ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ലഹരി, മദ്യം തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള വസ്തുക്കൾക്കെതിരെയുള്ള ചില കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ലഹരി വസ്തുക്കൾക്ക് അടിമയായി അതിൻ്റെ ഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. നോക്കൂ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഹരിമുക്തമായിട്ടുള്ള ഒരു നല്ല നാളെ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ സംജാതമാക്കുക എന്നുള്ളതാണ്. വരുന്ന തലമുറ അവർ ഒരിക്കലും ലഹരി ഉപയോഗിക്കാത്ത ഒരു നല്ല തലമുറയായിട്ട് മാറണം എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സുഹൃത്തുക്കളെ, എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിക്കൊണ്ട് അത് പ്രഖ്യാപിച്ചൊരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് 10 കോടിയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിനകത്ത് മാരകമായിട്ടുള്ള MDMAയുടെ അളവ് പറയുന്നത് 1.581 കിലോഗ്രാം. അതുപോലെ കഞ്ചാവിനെ കുറിച്ച് പറയുന്നു, ഹഷീഷിനെ കുറിച്ച് പറയുന്നു, ബ്രൗൺ ഷുഗറിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെയൊക്കെ തൂക്കങ്ങൾ പറയുന്നുണ്ട്. വലിയ തോതിൽ നമ്മുടെ നാട്ടിലേക്ക്, കൊച്ചു കേരളത്തിലേക്ക്, പ്രബുദ്ധമായ കേരളത്തിലേക്ക് ഈ ലഹരി വസ്തുക്കൾ കടത്തിയിരിക്കുകയാണ്. 2575 കേസുകൾ, 2778 അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കരയിൽ മാത്രമല്ല, കടലിൽ, അതുപോലെ ട്രെയിനിൽ, അതുപോലെ എയർപോർട്ടിൽ, തുറമുഖങ്ങളിൽ, അതുപോലെ വനങ്ങളിൽ, വനാതിർത്തികളിൽ എല്ലായിടത്തും പരിശോധനകൾ നടത്തി നമ്മുടെ നാട്ടിലുള്ള നിയമപാലകന്മാർ ലഹരി വിപണനം നടത്തുന്ന ശൃംഖലകളെ, അതിൻ്റെ കണ്ണികളെ, അതിൻ്റെ പ്രധാന സോഴ്സ് അതൊക്കെ കണ്ടെത്തി പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലഹരി വസ്തുക്കൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സിനിമ, സീരിയൽ രംഗങ്ങൾ ഉൾപ്പെടെ, അതുപോലെ DJ പാർട്ടികൾ നടക്കുന്ന കാരവനുകൾ, അതുപോലെ സ്റ്റാർ ഹോട്ടലുകളിൽ, റിസോർട്ടുകളിൽ, ഹൗസ് ബോട്ടുകൾ, അങ്ങനെയുള്ള വിവിധ തലങ്ങളിൽ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ, ക്യാമ്പസുകളിൽ ഇതിൻ്റെ ഒരു പ്രചാരണം, വ്യാപകമായിട്ടുള്ള അപകടം, അതിനടിമകളായിട്ടുള്ള ആളുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള വമ്പിച്ച തോതിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടവും പ്രവർത്തനവും അത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ക്യാമ്പസുകൾ, കലാലയങ്ങൾ, അതിലൊക്കെ പോലീസ് പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, അതുപോലെ ഇത്തരം വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഷോപ്പുകൾ, കടകൾ, മറ്റുള്ള ഇതിൻ്റെ ശൃംഖലകൾ, അവരെയൊക്കെ പ്രത്യേകം നോട്ടമിട്ടിട്ട് അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 90-91 വചനങ്ങളാണ്. സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും അതുപോലെ പ്രശ്നങ്ങൾ വെച്ച് നോക്കാനുള്ള അമ്പുകളും പ്രതിഷ്ഠകളുമൊക്കെ അതൊക്കെ മാലിന്യമാണ്, അത് വർജിക്കുക എങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നാണ്. എന്നിട്ട് ആ മദ്യത്തിൻ്റെ അപകടത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു. എന്തുകൊണ്ടാണത് പറയുന്നത്? ലഹരി മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിക്കുന്ന, അവൻ്റെ ജീവിതം തകർക്കുന്ന, അവൻ്റെ സമ്പത്ത് നശിപ്പിക്കുന്ന, അവൻ്റെ കുടുംബത്തെ ശിഥിലമാക്കുന്ന, അവൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും കണ്ണുനീര് മാത്രം സമ്മാനിക്കുന്ന, ദുരന്തങ്ങളും രോഗങ്ങളും പരീക്ഷണങ്ങളും സമ്മാനിക്കുന്ന ഈ ലഹരി വസ്തു മദ്യം മാത്രമല്ല, എന്തെല്ലാം മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, കുല്ലു മുസ്കിരിൻ ഖംർ വ കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും ഉണ്ടാക്കുന്നതും മദ്യമാണ്, അതെല്ലാം നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെ ശപിച്ചിട്ടുണ്ട് എന്നുള്ള, ലഅനല്ലാഹു അൽ ഖംറ, അള്ളാഹു അതിനെ ശപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു.
അപ്പോൾ ഇത്തരം വസ്തുക്കൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. ഇത്തിഹാദ് ഷുബ്ബാനുൽ മുജാഹിദീൻ, കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസുദ്ദഅവയുടെ യുവജന വിഭാഗം ഇത്തിഹാദ് ഷുബ്ബാനുൽ മുജാഹിദീൻ, ഇതിൻ്റെ ഈ ഗവൺമെൻറ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനമൊട്ടുക്കും വിവിധ തലത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളുമായിക്കൊണ്ട് ഈ പ്രവർത്തനത്തിന് സപ്പോർട്ട് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ഓരോ വിശ്വാസികളും ഈ ഒരു നന്മയിൽ ഭാഗവാക്കായി, ഈ ഒരു ക്യാമ്പയിനിൽ ഭാഗവാക്കായി ഈ തിന്മക്കെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കാൻ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, അയൽപ്പക്കത്തുള്ളവർ, നമ്മുടെ സൗഹൃദ വലയങ്ങളിലുള്ള ആളുകൾ അവരാരും ഈ ഒരു ദുരന്തത്തിൽ, ഈ ഒരു അപകടത്തിൽ ചെന്ന് പെട്ടുകൂടാ എന്ന് ഉറപ്പോടുകൂടെ ഉറപ്പിക്കുക, പ്രതിജ്ഞ ചെയ്യുക. നാം ഈ ഒരു ലഹരി വസ്തുക്കൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുക. അതാണ് ഇന്ന് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മകളിൽ ഒന്ന് എന്ന് നമ്മൾ തിരിച്ചറിയുക. ലഹരി കടിമപ്പെട്ടിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ചുറുചുറുക്കുള്ള യുവാക്കളും യുവതികളുമൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമാണെന്ന് ഓർക്കുക. എത്രയെത്ര ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അവരുടെ ഫോട്ടോ കാണുമ്പോൾ ഇത്ര നല്ല മനുഷ്യരും ഇതിന് അടിമകളോ എന്ന് ചിന്തിച്ചു പോകുന്ന രൂപത്തിലാണ് കാര്യങ്ങളുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെതിരായിട്ട്, ഈ ലഹരി വസ്തുക്കൾക്കെതിരായിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക, അതിൽ ഭാഗമാക്കാകുക എന്നാണ് ഉണർത്തുവാനുള്ളത്. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസ്സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.